ജ്യോതിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രമാണ് ഇന്ന് പഠിക്കുന്നത്. ഒന്നാമത്തെ അധ്യായം അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അതിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ. ക്ലാസ്സിലേക്ക് കിടക്കാം. അരിത്തമെറ്റിക് സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ് മലയാളത്തിലാണെങ്കിൽ സമാന്തര ശ്രേണികൾ. സമാന്തര ശ്രേണികൾ. ഓക്കെ, ഞാൻ അവിടെ കുറച്ച് സീക്വൻസ് എഴുതാം. എന്നിട്ട് അതിന്റെ പ്രത്യേകത നോക്കാം. 1 3 5 7. അടുത്ത അക്കം പറയാൻ കൂട്ടുകാർ കഴിയുന്നുണ്ടോ? വാട്ട് ഇസ് ദ നെക്സ്റ്റ് നമ്പർ? 1 3 5 7. What is the next number? 9. What is the next number? 11. അല്ലേ? 9 11 ഇങ്ങനെ പോകുന്ന ശ്രേണി. ചുരുക്കി പറഞ്ഞത് എന്താ? ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം 1. റൈറ്റ്? 1 തുടങ്ങുന്ന തുടർച്ചയായ ഒറ്റ സംഖ്യകളാണ് എഴുതിയിരിക്കുന്നത്. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. നെക്സ്റ്റ് ഒരു സീക്വൻസ് നോക്കാം. 2 4 6 8 etc. What is the next number? 10. What is the next number? 12. Okay. അപ്പോൾ അടുത്ത സംഖ്യ ഇങ്ങനെ കിട്ടും. ഇതിന്റെ പ്രത്യേകത എന്താ? കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്, തുടർച്ചയായ ഇരട്ട സംഖ്യകളാണ്. 2ൽ തുടങ്ങി തുടർച്ചയായി എഴുതിയ ഇരട്ട സംഖ്യകളാണ് 2 4 6 8 10 12 ഇങ്ങനെ പോകുന്നു. അടുത്ത ഡിജിറ്റ് നമുക്ക് പറയാൻ പറ്റുമല്ലോ. 1 2 3 4 5 6 etc. What is the next number? 7. This is the consecutive natural numbers or counting numbers. എണ്ണൽ സംഖ്യകളാണ് ഈ എഴുതിയിരിക്കുന്നത്. 5 10 15 20 25. What is the next number? 30. What is the next number? 35. Okay. അപ്പോൾ ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താ? What is the feature of this sequence? What are the features of this sequence? Multiple of 5. Right? 5ന്റെ ഗുണിതങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അടുത്ത സംഖ്യ നമുക്ക് പറയാനായിട്ട് കഴിയും. വേറൊരു സീക്വൻസ് എഴുതുന്നു. 1 4 10 25 36 49 ഇങ്ങനൊരു സീക്വൻസ് എഴുതി. Then next 50. What is the next day? ഒരു റിലേഷൻ ഇല്ല അല്ലേ? ഒരു റിലേഷൻ ഇല്ലാത്തൊരു സീക്വൻസ് ആയി. ശരിയല്ല, നമുക്ക് ഒരു റിലേഷൻ പറയാൻ പറ്റും. 1 4 9 16 ഇങ്ങനെ പോകുന്നു. ഈ സീക്വൻസിന്റെ റിലേഷൻ ഉണ്ട്. എന്താ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് അഥവാ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സീക്വൻസ് ആണ്. 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ ഇങ്ങനെ പോകുന്ന സീക്വൻസ് ആണ്. അപ്പൊ ഇങ്ങനെ എഴുതുന്ന എല്ലാ സീക്വൻസിനെയും പൊതുവെ നമ്മൾ നമ്പർ സീക്വൻസസ് അല്ലെങ്കിൽ നമ്പർ പാറ്റേൺ നമുക്ക് പറയാം. സംഖ്യാശ്രേണികൾ എന്ന് പറയാം. ഇതെല്ലാം എന്താണ്? നമ്പർ പാറ്റേൺ അതല്ലെങ്കിൽ നമ്പർ സീക്വൻസ്, സംഖ്യാശ്രേണികളാണ്. ഓക്കെ, ഞാൻ ടിക്ക് ഇടുന്ന സീക്വൻസ് നോക്കിക്കോളണേ. ആദ്യം എഴുതിയ 4 സീക്വൻസ്. എന്താണ് ഈ സീക്വൻസിന്റെ പ്രത്യേകത? വളരെ വേഗം നമുക്ക് അടുത്ത ടേംസ് പറയാനായിട്ട് പറ്റും അല്ലേ? വളരെ ഈസി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടേംസ് പറയാനായിട്ട് പറ്റും. കാരണം എന്താ? ഇവിടെ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്. ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ 1ൽ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു? 2 വീതം കൂട്ടി കൂട്ടി എഴുതുന്ന സംഖ്യകളുടെ ശ്രേണിയാണ്. സ്റ്റാർട്ടിംഗ് ഫ്രം 1 and 2 is added to it. റൈറ്റ്? അപ്പോൾ ഇതാണ് ഫസ്റ്റ് സീക്വൻസിന്റെ പ്രത്യേകത. രണ്ടാമത്തെ സീക്വൻസ് ആണെങ്കിൽ ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ ശ്രേണിയാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ 2ൽ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു? 2 കൂട്ടി കൂട്ടി എഴുതുന്ന സംഖ്യകളുടെ ശ്രേണിയാണ്. മൂന്നാമത് എഴുതിയതോ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എന്താ പ്രത്യേകത? 1ൽ തുടങ്ങി എത്ര കൂട്ടുന്നു? 1 കൂട്ടുന്നു. 1നോട് 1 ചേർന്നാൽ 2, 2നോട് 1 ചേർന്നാൽ 3 ഇങ്ങനെ എഴുതുന്ന സീക്വൻസ്. ഓക്കെ, അടുത്ത ശ്രേണിയുടെ പ്രത്യേകത എന്താ? മൾട്ടിപ്പിൾ ഓഫ് 5. ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ 5ൽ തുടങ്ങി നമ്മൾ എത്ര കൂട്ടുന്നു? 5 വീതം ആഡ് ചെയ്ത് തുടർച്ചയായിട്ട് കൂട്ടിക്കൂട്ടി എഴുതിയ ശ്രേണിയാണ് ഏത്? ഈ 4ാമത്തെ ശ്രേണി. പക്ഷെ ഈ 5ാമത്തെ ശ്രേണിയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ബന്ധം പറയാനായിട്ട് നമുക്കില്ല. ഒരു ബന്ധം പറയാനായിട്ടില്ല. 6ാമത്തെ ശ്രേണിയിൽ ബന്ധമുണ്ട്. പക്ഷെ ഇവിടെ എന്തല്ല, ഒരു നിശ്ചിത സംഖ്യ നമ്മൾ കൂട്ടിക്കൂട്ടി എഴുതുന്നതല്ല. 1 then 4 കൂടെ 3 കൂട്ടി, 4ന്റെ കൂടെ 5 കൂട്ടി, 9ന്റെ കൂടെ എത്ര കൂട്ടി? 7 കൂട്ടി ഇങ്ങനെ കിട്ടുന്ന ശ്രേണി. ഓക്കെ, അപ്പോൾ ഒരു സ്ഥിരസംഖ്യ അല്ല കൂട്ടുന്നത്.
അപ്പൊ ഈ പറഞ്ഞ ഈ ശ്രേണിയുടെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഈ ശ്രേണികളാണ് എന്ത്, അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ആദ്യം ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിംഗ് ഫ്രം എ നമ്പർ ആൻഡ് എ കോൺസ്റ്റന്റ് ഈസ് ആഡഡ് ടു ഇറ്റ്. സ്റ്റാർട്ടിംഗ് ഫ്രം എ നമ്പർ ആൻഡ് എ കോൺസ്റ്റന്റ് ഈസ് ആഡഡ് ടു ഇറ്റ്. ഒന്നിൽ തുടങ്ങി എന്ത് ചെയ്യുന്നു, ഒരു സംഖ്യയിൽ തുടങ്ങി, ഒന്നിലല്ല ഒരു സംഖ്യയിൽ തുടങ്ങി ഒരു നിശ്ചിത സംഖ്യ കൂട്ടിക്കൂട്ടി എഴുതുന്ന ശ്രേണിയാണ് എന്ത്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുക. അപ്പം അരിത്തമെറ്റിക് സീക്വൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം എ നമ്പർ, sequence of numbers starting from a number and a constant is added to. Starting from a number and a constant is added to it. ഒരു സംഖ്യയിൽ തുടങ്ങി അതിനോടുകൂടി ഒരു നിശ്ചിത സംഖ്യ, ഒരു സ്ഥിരസംഖ്യ കൂട്ടിക്കൂട്ടി എഴുതുമ്പോൾ കിട്ടുന്ന ശ്രേണികളെയാണ് നമ്മൾ എന്ത് പറയുക, സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഒരു സീക്വൻസ് എഴുതുന്നു, 2 തുടങ്ങി 3 കൂട്ടിക്കൂട്ടി ഒരു ശ്രേണി എഴുതുന്നു. അപ്പൊ എന്റെ നെക്സ്റ്റ് ടൈം എത്രയായിരിക്കും, 5. 5 + 3 8, 8 + 3 11. ഇതെന്താണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞാൽ ഒരു സംഖ്യയിൽ തുടങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നിശ്ചിത സംഖ്യ കൂട്ടിക്കൂട്ടി എഴുതുമ്പോൾ കിട്ടുന്ന സീക്വൻസ് ആണ് അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. ഈ സമാന്തര ശ്രേണികൾക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മൾ കൂട്ടുന്ന സംഖ്യകളെല്ലാം സ്ഥിരസംഖ്യയല്ലേ? ഇവിടെ എല്ലാ സ്ഥലത്തും നമ്മൾ കൂട്ടിയത് സ്ഥിരസംഖ്യയല്ലേ? ഒരേ സംഖ്യ, സ്ഥിരസംഖ്യ മീൻസ് എല്ലാ സ്ഥലത്തും കൂട്ടുന്ന ഒരു കോൺസ്റ്റന്റ് സെയിം നമ്പർ ആണ്. ഇതേ കാര്യം ഇങ്ങനെ പറഞ്ഞൂടെ, അടുത്തടുത്ത രണ്ട് ടേംസിന്റെ ഡിഫറൻസ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ നിയറസ്റ്റ് ടു ടേംസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ വരുന്ന ഓരോ സംഖ്യയെ നമ്മൾ വിളിക്കുന്നത് ടേം അല്ലെങ്കിൽ പദം എന്നാണ്. സമാന്തര ശ്രേണിയിലെ അല്ലെങ്കിൽ സംഖ്യാശ്രേണിയിലെ ഓരോ അക്കങ്ങളെയും നമ്മൾ വിളിക്കുന്നത് എന്താണ്, ടേം അല്ലെങ്കിൽ പദങ്ങൾ എന്നാ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യാശ്രേണിയിലെ ഓരോ അക്കങ്ങളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ടേം അല്ലെങ്കിൽ പദങ്ങൾ. ഒരു സമാന്തര ശ്രേണിയെ സംബന്ധിച്ചിടത്തോളം അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് the difference between nearest two terms are equal. അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും, തുല്യമായിരിക്കും. The difference between nearest two terms of an arithmetic sequence are always equal. Okay, clear ആയല്ലോ? Then ഈ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഇത് വ്യത്യാസം എല്ലാ സ്ഥലത്തും വരുന്ന വ്യത്യാസമല്ലേ, പൊതുവായിട്ട് ആ സംഖ്യാശ്രേണിയിൽ കാണുന്ന വ്യത്യാസമല്ലേ, അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് പൊതുവ്യത്യാസം. എന്ത് പറയും, പൊതുവ്യത്യാസം. അപ്പൊ അതിന് ഇംഗ്ലീഷ് എന്തായിരിക്കും, ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ഡിഫറൻസ് ആണ്. അപ്പൊ അത് നമുക്ക് വിളിക്കാം കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ്. Then it is denoted by, ഇത് നമുക്ക് ഏത് അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും, സ്മോൾ ലെറ്റർ ഡി കൊണ്ടാണ് സാധാരണ നമ്മൾ എന്ത് ചെയ്യുക, പൊതുവ്യത്യാസത്തെ കോമൺ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യം ആമുഖമായിട്ട് മനസ്സിലായല്ലോ. ഒരു സമാന്തര ശ്രേണിയിലെ ഒരു സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയിൽ തുടങ്ങി ഒരു നിശ്ചിത സംഖ്യ കൂട്ടിക്കൂട്ടി എഴുതുമ്പോൾ കിട്ടുന്ന ശ്രേണി. ഒരു സമാന്തര ശ്രേണിയുടെ പ്രത്യേകതയാണ് അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും, തുല്യമായിരിക്കും എന്നത്. ദെൻ നമ്മൾ പഠിച്ചു ഈ വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത നമ്മൾ അറിയേണ്ട കാര്യം, ഒരു സീക്വൻസ് കിട്ടിയാൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു സീക്വൻസ് കിട്ടിയാൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ, if it is an arithmetic sequence or not, or whether it is an arithmetic sequence or not എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ ഒരു സീക്വൻസ് എഴുതുന്നു, 2 7 12 17. ഇതൊരു സീക്വൻസ് ആണ്. ഓക്കെ, ഈ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് എനിക്ക് കണ്ടുപിടിക്കാം. എന്താ മാർഗം, ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ. ആ സീക്വൻസിലെ അടുത്തടുത്ത രണ്ട് ടേംസിന്റെ ഡിഫറൻസ് നോക്കിയാൽ മതി. ആദ്യം വരുന്ന ടേമിനെ നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയും, ഒന്നുകിൽ എക്സ് കൊണ്ട് സൂചിപ്പിക്കും അല്ലെങ്കിൽ എഫ് കൊണ്ട് സൂചിപ്പിക്കും. രണ്ടാമത്തെ ടേമാണ് സെക്കൻഡ് ടേം x2. മൂന്നാമത്തെ ടേം തേർഡ് ടേം, മൂന്നാം പദം x3. അപ്പോൾ ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം. അപ്പൊ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നിയറസ്റ്റ് ടു ടൈംസ് ആണ്. അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള, രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കും. അത് ആർക്ക് തുല്യമായിരിക്കും, മൂന്നാം പദത്തിൽ നിന്നും രണ്ടാം പദം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിന് തുല്യമാണെങ്കിൽ ആ സീക്വൻസ് എന്താ, സമാന്തര ശ്രേണിയാണ്. ക്ലിയർ ആയോ? അപ്പൊ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വ്യത്യാസം, രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വ്യത്യാസം, കിട്ടുന്നതാണ് വ്യത്യാസം. ഓക്കെ, അപ്പൊ രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുമ്പോൾ കിട്ടുന്നതും ദെൻ മൂന്നാം പദത്തിൽ നിന്ന് രണ്ടാം പദം കുറയ്ക്കുമ്പോൾ കിട്ടുന്നതും
നാലാം പദത്തിൽ നിന്ന് മൂന്നാം പദം കുറയ്ക്കുമ്പോൾ കിട്ടുന്നതും ഒക്കെ തുല്യമാണ് എങ്കിൽ, ഈ വ്യത്യാസങ്ങളൊക്കെ തുല്യമാണ് എങ്കിൽ ആ സീക്വൻസിന് നമുക്ക് എന്ത് പറയാം? സമാന്തര ശ്രേണിയാണ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇവിടെ സെക്കൻഡ് ടൈം 7 മൈനസ് ഫസ്റ്റ് ടൈം 2, 7 മൈനസ് 2 ഈസ് ഈക്വൽ ടു എത്ര വരും? 5. ശരിയല്ലേ? ഇതിന് ഈക്വൽ ആണോ ഈ ഒരു കാര്യം? x3 മൈനസ് x2, തേർഡ് ടൈം എത്ര? 12 മൈനസ് x2 എത്ര? 7. ആൻസർ എന്ത് വരും? 5. ദെൻ എന്താണ് ഫോർത്ത് ടൈം? 17 മൈനസ് എന്താ തേർഡ് ടൈം? 12. ആൻസർ എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. അപ്പൊ ഇവിടെ ഡിഫറൻസ് എല്ലാം ഈക്വൽ അല്ലേ? ഇവിടെ 5 കിട്ടി, ഇവിടെ 5 കിട്ടി, ഇവിടെ 5 കിട്ടി. അഥവാ ഇതിൽ എന്തുണ്ട്? ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്, ഒരു പൊതുവായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ സീക്വൻസ് എന്താണെന്ന് പറയാൻ പറ്റും? സമാന്തര ശ്രേണിയാണ് എന്ന് പറയാൻ പറ്റും. ഇനി ഫോർ എക്സാമ്പിൾ വേറെ ചെറിയ വ്യത്യാസം വരുത്തിയൊരു ശ്രേണി തന്നെ ഞാൻ എഴുതിയാണ്. ഇങ്ങനൊരു ശ്രേണി എഴുതി 2, 7, 11, then 15. ഇങ്ങനൊരു ശ്രേണി. ഈ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലേ? നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം. സെക്കൻഡ് ടൈം 7 മൈനസ് ഫസ്റ്റ് ടൈം 2. ആൻസർ ഈസ് ഈക്വൽ ടു 5. ദെൻ ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം. തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം. വാട്ട് ഈസ് തേർഡ് ടൈം ഹിയർ? 11. മൂന്നാം പദം 11 ആണ്, രണ്ടാം പദം 7 ആണ്. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് എത്രയെന്ന് കിട്ടും? 4 എന്ന് കിട്ടും. ഇവിടെ വ്യത്യാസം ഈക്വൽ അല്ല. ദെൻ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നു ഡി ഈസ് ഈക്വൽ ടു 15 മൈനസ് 11. ആൻസർ എന്താ? ആൻസർ എന്താ? അവിടെയും 4 ആണ് കിട്ടിയത് അല്ലേ? അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് ആണ് കിട്ടിയത്. ഇവിടെ 2 4 വന്നു, ഈക്വൽ ആയി. പക്ഷെ മൂന്നാമത്തെ കാര്യം എന്തായില്ല? ഈക്വൽ ആയില്ല. അപ്പൊ ഇതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് അല്ലാതെ വേറൊരു സീക്വൻസ് ആണ്. അപ്പോൾ ഒരു നമ്പർ പാറ്റേൺ ആണ്, സംഖ്യാശ്രേണി മാത്രമാണ് ഇത്. ഇതെന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. മനസ്സിലായ? ഇവിടെയും 4 കിട്ടണമായിരുന്നു, എന്നാൽ ഇതൊരു സമാന്തര ശ്രേണി ആയേനെ. ഇവിടെ എല്ലാം 5 തന്നെ ആകണമായിരുന്നു വ്യത്യാസം, എന്നാലും അതൊരു സമാന്തര ശ്രേണി ആയേനെ. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ 18ാമത്തെ പേജിലെ ആദ്യത്തെ ചോദ്യം, ചെക്ക് വെദർ ഈച്ച് ഓഫ് ദി സീക്വൻസസ് ഗിവൺ ബിലോ ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഗിവ് റീസൺ. ഫൈൻഡ് ഫോർ അരിത്തമെറ്റിക് സീക്വൻസ്, റൈറ്റ് ദി കോമൺ ഡിഫറൻസ്. നമുക്ക് കുറച്ച് ശ്രേണികൾ തന്നിട്ടുണ്ട്. ആ സംഖ്യാശ്രേണികളിൽ ഓരോന്നിലും ഏതൊക്കെയാണ് സമാന്തര ശ്രേണികൾ, അല്ലെങ്കിൽ ആ സംഖ്യാശ്രേണികളിലോ ഏതൊക്കെയാണ് സമാന്തര ശ്രേണികൾ എന്ന് പരിശോധിക്കുക. അതിനുള്ള കാരണം എഴുതുക. സമാന്തര ശ്രേണികളാകാനുള്ള കാരണം എഴുതുക. ദെൻ അങ്ങനെ സമാന്തര ശ്രേണികളാകുന്ന കാര്യങ്ങളിൽ അതിൻ്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസും കൂടി എഴുതുക. ആ സമാന്തര ശ്രേണികളിൽ അതിൻ്റെ കോമൺ ഡിഫറൻസും കൂടി എഴുതുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിലെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് ആദ്യത്തേത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ്. നമ്മളിപ്പോൾ കണ്ട കാര്യമാണ്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ. ഏതാ ഒറ്റ സംഖ്യ? 1, 3, 5, 7 എക്സെട്ര. ഇവിടെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം 3 മൈനസ് 1 ഈസ് ഈക്വൽ ടു 2. ദെൻ 5 മൈനസ് 3 ഈസ് ഈക്വൽ ടു 2. 7 മൈനസ് 5 ഈസ് ഈക്വൽ ടു 2. ഒരു 3 പദങ്ങൾ വരെ എഴുതി ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് തോന്നുന്നു? എല്ലാ സ്ഥലത്തെയും ഡിഫറൻസ് ഈക്വൽ ആണ്, അഥവാ കോമൺ ഡിഫറൻസ് ആ കിട്ടിയത്, പൊതുവായ ഒരു വ്യത്യാസമാണ് കിട്ടിയത്. അതുകൊണ്ട് ഈ സീക്വൻസ് എന്തായിരിക്കും? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. അപ്പം സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഈസ് ആൾവേസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒറ്റ സംഖ്യകളുടെ ശ്രേണി എപ്പോഴും എന്താണ്? സമാന്തര ശ്രേണിയാണ്. ഒറ്റ സംഖ്യകളുടെ ശ്രേണി എപ്പോഴും സമാന്തര ശ്രേണിയാണ്. ക്ലിയർ ആയോ? ദെൻ അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഇരട്ട സംഖ്യകളുടെ ശ്രേണി നമുക്ക് നോക്കാം. ഏതാ ഇരട്ട സംഖ്യ? 2, 4, 6, 8 എക്സെട്ര. ഇതാണ് ഇരട്ട സംഖ്യ എന്ന് പറയുക അല്ലേ? സ്റ്റാർട്ടിംഗ് ഫ്രം 2, 4, 6, 8. ഇതിനകത്ത് ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ d is equal to 4 minus 2. ആൻസർ 2. Then next 6 minus 2, sorry 6 minus 4 is equal to again 2. 8 minus 6 is equal to again 2. അപ്പോൾ ഡിഫറൻസ് എല്ലായിടത്തും തന്നെയാണ്, ഒരു കോമൺ ഡിഫറൻസ് തന്നെയാണ്. ആൻസർ 2 ആണ്. ആ ഡിഫറൻസ് എല്ലാം
അപ്പോൾ ഈ സീക്വൻസും എന്ത് തന്നെയാണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി തന്നെയാണ്. ഈ രണ്ട് കാര്യം ക്ലിയർ ആയല്ലോ. അടുത്ത മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദി ഓഡ് നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ഹാസ് ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ അടുത്തത് സീക്വൻസ് ഓഫ് ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് അറിയാം ഏതാ? 1, 3, 5, 7 എക്സെട്ര. ഇതാണ് ഓഡ് നമ്പേഴ്സ്. ഇതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 2, 1/2, 3/2, 5/2, 7/2 അല്ലേ? ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ d is equal to ഫസ്റ്റ് സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, രണ്ടാം പദം മൈനസ് രണ്ടാമത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ആദ്യ പദം കുറയ്ക്കുന്നു. അപ്പം 3 - 2 മൈനസ് 3/2 മൈനസ് 1/2, 3/2 മൈനസ് 1/2 കോമൺ ഡിനോമിനേറ്റർ ആണ്, ചേരുന്ന തുല്യമാണ്. അപ്പൊ എന്ത് ചെയ്യുക? അതുപോലെ എഴുതുക, ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്യുക. 3 - 1 ആൻസർ 2/2 is equal to 1 എന്ന് കിട്ടും. അല്ലെങ്കിൽ 3/2 എന്ന് പറഞ്ഞാൽ 1.5 അല്ലേ? ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, വിഷമഭിന്നമാണ്. അതിനെ മിശ്രഭിന്നമാക്കി കഴിഞ്ഞാൽ ഇതിലെന്ത് കിട്ടും? 1 and 1/2 കിട്ടും, 1.5 കിട്ടും. അതിൽ നിന്ന് അര കുറച്ചാൽ ആൻസർ എത്ര? 1. മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്ത് കാണിച്ചു തന്നു, നല്ലത് മനക്കണക്കായിട്ട് ചെയ്യാം. ദെൻ അടുത്ത ഡി എന്ന് പറയുന്നത് 5/2 മൈനസ് 3/2. അഗെയിൻ ഡിനോമിനേറ്റർ കോമൺ അല്ലേ? 2 തന്നെ വരും. 5 - 3 ഈസ് ഈക്വൽ ടു ആൻസർ എന്ത് കിട്ടും? 2/2 ഈസ് ഈക്വൽ ടു അതിന്റെ ആൻസർ 1 എന്ന് തന്നെ കിട്ടും. ഓക്കെ ഓക്കെ. ദെൻ അടുത്ത ഡിഫറൻസ് നമ്മൾ എടുക്കുന്നു. 7/2 മൈനസ് 7/2 മൈനസ് 5/2. 7/2 മൈനസ് 5/2 ആൻസർ എന്ത് വരും? 2/2. അഗൈൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ കിട്ടിയ ഡിഫറൻസ് എല്ലാം തന്നെയാണ് കോമൺ, ജനറൽ ഡിഫറൻസ് തന്നെയാണ്. അപ്പോൾ അതിന്റെ ആൻസർ ഇതും എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. ദെൻ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. രണ്ടിന്റെ പവർ ഏതൊക്കെയാ? 2^1, 2^2, 2^3, 2^4. ഇതാണ് പവർ. 2^1 എന്ന് വെച്ചാൽ 2 തന്നെയാണ്. 2^2 4, 2^3 2 × 2 × 2 4 × 2 8, then 8 × 2 ആൻസർ 16. ഇങ്ങനെ പോകും. ഇവിടെ ഡിഫറൻസ് നോക്കി, ഒറ്റോടെ അറിയാം. ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 8 ആണ് വ്യത്യാസം. അപ്പൊ എന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. നേരത്തെ പറഞ്ഞതെല്ലാം സമാന്തര ശ്രേണി ആകാനുള്ള കാരണം അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ നിയറസ്റ്റ് ടു ടേംസ് ആർ ഈക്വൽ. അതാണ് കാരണം. ദെൻ സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാച്ചുറൽ നമ്പേഴ്സ് ഏതാ? എണ്ണൽ സംഖ്യകൾ. 1, 2, 3, 4. റെസിപ്രോക്കൽ ആകുമ്പോൾ ഇതിന്റെ വിൽക്രമം 1/1, 1/2, 1/3, 1/4. ഇവിടെ d is equal to 1/2 minus 1. 1/2 minus 1/1. എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ. 1 - 2 divided by 2. ആൻസർ -1/2. നെക്സ്റ്റ് d is equal to 1/3 minus 1/2. ക്രോസ് മൾട്ടിപ്ലൈ. 1 × 2 minus 1 × 3 divided by 2 × 3. ആൻസർ 2 - 3 divided by 6 -1/6. ഇതൊക്കെ ചെയ്തപ്പോഴറിയാം ഡിഫറൻ്റ് ആയി. ഞാൻ അടുത്ത നോക്കേണ്ട ആവശ്യമില്ല. രണ്ടെണ്ണം കിട്ടുമ്പോൾ ശ്രേണി അല്ലാതെ കിട്ടി, അല്ലെങ്കിൽ ഡിഫറൻസ് ഈക്വൽ അല്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേ മനസ്സിലാക്കുക എന്താണ് സമാന്തര ശ്രേണി അല്ലാത്തൊരു ശ്രേണിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് സമാന്തര ശ്രേണി അല്ല. ഇത്രയും കാര്യമാണ് ആ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. അത് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് വലതു ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ 3 ചിത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. ആദ്യത്തെ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ 3, 4, 5, 6, 7, 8 പച്ച സമചതുരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ആദ്യത്തേതിൽ നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടും? 8 എണ്ണം കിട്ടും. ചിത്രം കണ്ടല്ലോ. അടുത്ത രണ്ടാമത്തേതിലേക്ക് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കുറച്ചുകൂടെ വലുതാക്കുന്നു. ആ ഫിഗറിനെ വലുതാക്കി മുകളിൽ 4, താഴെ 4, 8, 2 സൈഡിൽ ഈ 2 വീതം. അപ്പൊ 4. ഇപ്പൊ എത്ര കിട്ടി? 12 എണ്ണം കിട്ടി. ഓക്കെ. അടുത്ത മൂന്നാമത്തെ ഫിഗർ ആകുമ്പോൾ മുകളിൽ 5 എണ്ണം. ശരിയല്ലേ? മുകളിൽ 5 എണ്ണം, താഴെ 5 എണ്ണം, 10. ദെൻ 2 വശങ്ങളിലായിട്ട് 3 വീതം, 3 വീതം 6, 10, 6, 16. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ വരുന്ന പച്ച സമചതുരങ്ങൾ, ചുറ്റും വരുന്ന പച്ച സമചതുരങ്ങളുടെ എണ്ണം സമാന്തര ശ്രേണി ആയിരിക്കും എന്നാണ്. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് നോക്കി. d is equal to 12 minus
8 ഈസ് ഈക്വൽ ടു 4. നെക്സ്റ്റ് ഡി ഈസ് ഈക്വൽ ടു 16 മൈനസ് 12. ആൻസർ എന്ത് ചെയ്യുന്ന 4 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതെന്താണ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ ഇതെന്താണ് സമാന്തര ശ്രേണി ആണ്. കാരണം എന്താ, ഓരോന്നിലും കൂടി കൂടി പോകുന്ന എത്ര എണ്ണം വീതമായിരിക്കും? 4 സമചതുരങ്ങളായിരിക്കും കൂടി കൂടി പോകുന്നത്. അടുത്ത മൂന്നാമത്തെ ചിത്രവും നിങ്ങൾക്ക് അവിടെ കാണാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അവിടെ കാണാം. ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിക്കാം. സീ ദ പിക്ചർ ബിലോ. ചിത്രം കാണുക. അപ്പൊ ആദ്യത്തേതില് 2 ചെറിയ സമചതുരം, രണ്ടാമത്തേതില് 4 ചെറിയ സമചതുരം, മൂന്നാമത്തേതില് 6 എണ്ണം, നാലാമത്തേതില് 8 എണ്ണം മൊത്തമുള്ള സമചതുരം. ഒറ്റ നോക്കുമ്പോൾ ചെറിയ ബോക്സ് ആണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ സമചതുരം വരുന്നുണ്ട്. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഏറ്റവും ചെറിയ സ്ക്വയേഴ്സ് ആദ്യത്തേതിൽ എത്ര എണ്ണം ഉണ്ട്? സ്മോൾ സ്ക്വയേഴ്സ് 2 എണ്ണം, രണ്ടാമത്തേതിൽ 4 എണ്ണം, മൂന്നാമത്തേതിൽ 6 എണ്ണം, നാലാമത്തേതിൽ 8 എണ്ണം. ഓക്കെ, ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? അതിൽ ആദ്യത്തേതിൽ ലാർജ് സ്ക്വയർ ഇല്ല, അതിൽ ലാർജ് സ്ക്വയർ ആയിട്ടില്ല, അതൊരു റെക്ടാങ്കിൾ ആണ് കിട്ടുന്നത്. ഓക്കെ, രണ്ടാമത്തേതിൽ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം ഉണ്ട്. മൂന്നാമത്തേത് എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 എണ്ണം വരും. ഇടത് സൈഡ്, അതായത് നമുക്ക് മൂന്നാമത്തെ ഫിഗർ ഇങ്ങനെയാണ്, സൈഡിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. മൂന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഈ രീതിയിലാണ് ഫിഗർ. അപ്പൊ ഇത് ചേർന്നൊരു സ്ക്വയർ ആകും, ഇത്രയും ചേർന്നൊരു സ്ക്വയർ ആകും, എന്താ ഇത്രയും ചേർന്ന് വേറൊരു സ്ക്വയർ ആകും. ക്ലിയർ ആയോ? അപ്പൊ 2 സ്ക്വയർ വരും. ദെൻ നാലാമത്തേതിലാകുമ്പോൾ 1 2 3 നടുക്കും കൂടി ഒരെണ്ണം കൂടി വരും. ശരിയല്ലേ? അപ്പം 3 എണ്ണം കിട്ടും. ഇതാണ് എന്ത് സീക്വൻസ് ഓഫ് ലാർജ് സ്ക്വയേഴ്സിന്റെ. ഇനി ടോട്ടൽ സ്ക്വയേഴ്സ്. ടോട്ടൽ സ്ക്വയേഴ്സ് നോക്കി. ആദ്യത്തേതിൽ 2 എണ്ണേ ഉള്ളൂ, രണ്ടാമത്തേതിൽ 5 എണ്ണം ഉണ്ട്, അടുത്തതിൽ 8 എണ്ണം ഉണ്ട്, അടുത്തതിൽ 11 എണ്ണം ഉണ്ട്. ഇതെല്ലാം സമാന്തര ശ്രേണിയാണോ? സമാന്തര ശ്രേണിയാണോ? ഇവിടെ എത്ര വീതം കൂടി? 2 2 2 അല്ലേ? എല്ലായിടത്തും 2 ആണ് ആഡ് ചെയ്ത് പോയത്. അപ്പൊ ഇത് സമാന്തര ശ്രേണിയാണ്. ചെറിയ സമചതുരങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസിലാണ്. ദെൻ അടുത്തതിൽ നമ്പർ ഓഫ് ലാർജ് സ്ക്വയേഴ്സ്, അതിൽ 0 1 കൂടി, വീണ്ടും 1 കൂടി, വീണ്ടും 1 കൂടി. അപ്പൊ ഇതും എന്താണ് സമാന്തര ശ്രേണിയാണ്. ഇനി ആകെ സമചതുരം 2 5 8 11. ഓക്കെ, എത്ര വീതം ആഡ് ചെയ്ത് പോയി? 3 വീതം ആഡ് ചെയ്ത് പോയി. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ ഇതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു സ്റ്റെപ്പിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെ ആദ്യത്തെ സ്റ്റെപ്പിന്റെ ഉയരം 10 മീറ്റർ ആണ്. ആദ്യത്തെ സ്റ്റെപ്പിന്റെ ഉയരം 10 മീറ്റർ ആണ്. ദെൻ പിന്നീടുള്ള ഓരോ സ്റ്റെപ്പിന്റെയും ഉയരം 17.5 മീറ്റർ ആണ്. ആദ്യത്തെ സ്റ്റെപ്പിന്റെ ഉയരം 10 മീറ്റർ, പിന്നീടുള്ള ഓരോ സ്റ്റെപ്പിന്റെ ഉയരവും 17.5 മീറ്റർ വീതമാണ് കൂടി കൂടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ സ്റ്റെപ്പ് 10, അടുത്ത സ്റ്റെപ്പ് ആകുമ്പോൾ 10 + 17.5. ആൻസർ എന്ത് വരും? 27.5. ഓക്കെ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് സ്റ്റെപ്പ് 2. തേർഡ് സ്റ്റെപ്പ് ആകുമ്പോഴോ ഈ 27.5 + 17.5 ആണ് അടുത്ത സ്റ്റെപ്പ്. അപ്പം 0 5 then 4 45 എന്ന് വരും. ഓക്കെ, ഇങ്ങനെ പോകും. ക്ലിയർ ആയില്ല? ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ലെങ്ത് ഫ്രം ദ ഗ്രൗണ്ട് വുഡ് ബി സമ്മൺ ക്ലൈംബിംഗ് അപ്പ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പ് കഴിയും തോറും അയാൾ ഗ്രൗണ്ടിൽ നിന്ന് എത്ര അകലെയായിരിക്കും? ആദ്യത്തെ സ്റ്റെപ്പ് 10 മീറ്റർ, രണ്ടാമത്തെ 27.5, മൂന്നാമത്തത് 45.5, ഇങ്ങനെ പോകും. റൈറ്റ് ദാറ്റ് ദീസ് നമ്പേഴ്സ് ആസ് സീക്വൻസ്. അപ്പോൾ സീക്വൻസ് ആയിട്ട് എഴുതി എന്തോരുടെ 10 27.5 45.0 അല്ലെങ്കിൽ 45 ഇങ്ങനെ പോകും. ഓക്കെ, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 17.5 ആണ്. ഫസ്റ്റ് ടൈം 10 ആണ്. നമുക്ക് തെളിയിക്കേണ്ട കാര്യം we want to prove that the height of these perpendicular lines are in arithmetic sequence എന്നാണ് തെളിയിക്കേണ്ടത്. ഇവിടുത്തെ എല്ലാം പോയിന്റ് ഞാൻ ABCD എടുക്കുന്നു. ഈ പോയിന്റ് എല്ലാം PQRS എന്ന് എടുക്കും. APBQCRDS ഇവയെല്ലാം അരിത്തമെറ്റിക് സീക്വൻസിലാണ്. ഇവയുടെ എല്ലാം ലെങ്ത് അരിത്തമെറ്റിക് സീക്വൻസിലാണ്, സമാന്തര ശ്രേണിയിലാണെന്ന് പ്രൂവ് ചെയ്യും. ഏറ്റവും എളുപ്പമാകുന്ന ഇതാണ്. APയുടെ ലെങ്ത് എനിക്ക് അറിയില്ല, ഞാൻ എന്ത് ചെയ്യുന്നു? X എന്നെടുക്കും. APയുടെ ലെങ്ത് X എന്നെടുക്കും. ഓക്കെ, ഇതെന്താ? ഇങ്ങനൊരു പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. ഇവിടെ ഈ ഒരു പോയിന്റ് കിട്ടി, M എന്നൊരു പോയിന്റ് കിട്ടി.
ദെൻ ബി എം എന്തായിരിക്കും? ബി എമ്മും എക്സ് തന്നെയായിരിക്കും. ഇത് എക്സ് ആയതുകൊണ്ട് പാരലാണ്, ഇത് 90. ഇപ്പോൾ റെക്ടാങ്കിളിന്റെ ഫംഗ്ഷൻ ആകും, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആകും. അപ്പോൾ ഇത് എക്സ് ആയതുകൊണ്ട് ഇത് എത്ര കിട്ടി? എക്സ് എന്ന് കിട്ടി. എനിക്ക് ക്യൂ എമ്മിനെ അറിയില്ല. ക്യൂ എമ്മിനെ ഞാൻ എന്ത് കൊടുത്തു? ഡി എന്ന് കൊടുത്തു. ക്യൂ എമ്മിന്റെ ഒരു കാര്യം എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു? ഡി എന്ന് കൊടുത്തു. ഓക്കെ. ദെൻ ഈ ബി എം പ്ലസ് ക്യൂ എം എന്ന് പറയുന്നത് ആര്? ഈസ് ഈക്വൽ ടു ബി ക്യൂ ആണ്. ബി എം പ്ലസ് ക്യൂ എം ഈസ് ഈക്വൽ ടു ബി ക്യൂ ആണ്. ആ ബി ക്യൂ ഈസ് ഈക്വൽ ടു ഇപ്പോൾ എനിക്ക് എന്തായി? എക്സ് പ്ലസ് ഡി എന്ന് കിട്ടി. ബി ക്യൂ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? എക്സ് പ്ലസ് ഡി എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ദെൻ ഞാൻ ഇവിടെ അടുത്തൊരു പോയിന്റ് എടുത്തു. എൻ ഇവിടെ നേരത്തെ പറയുന്നില്ല, ക്യൂ എന്നും പി എമ്മും ഒക്കെ ഈക്വൽ ആണ്, കാരണം ഈക്വലി സ്പേസ്ഡ് ആണെന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. ദെൻ സി എന്നിന്റെ അളവ് അപ്പോൾ എന്ത് വരും? സി എൻ ഈസ് ഈക്വൽ ടു ബി ക്യൂ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഡി എന്ന് കിട്ടും. ഇനി ഇവിടെ ഞാൻ ഡി എടുത്തു പോയി. എനിക്ക് ഇവിടുത്തെ കാര്യം എനിക്ക് അറിയണം. ഈ ആർ എൻ എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിയണം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യം, ഈ രണ്ട് ട്രയാങ്കിൾ അങ്ങ് കൺസിഡർ ചെയ്യും. ഏതൊക്കെ ട്രയാങ്കിളാ? ട്രയാങ്കിൾ പി എം ക്യൂ ആൻഡ് ട്രയാങ്കിൾ പി എം ക്യൂ, ട്രയാങ്കിൾ ക്യൂ എൻ ആർ. ട്രയാങ്കിൾ പി എം ക്യൂ ആൻഡ് ട്രയാങ്കിൾ ക്യൂ എൻ ആർ. പി എം ക്യൂ ക്യൂ എൻ ആർ. ഇത് രണ്ടും കൺസിഡർ ചെയ്യും. ചെയ്തു കഴിഞ്ഞുള്ള പ്രത്യേകത എന്താ? ഈ ട്രയാങ്കിളിൽ പി എം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ക്യൂ എന്നിന് ഈക്വൽ ആയിരിക്കും. കാരണം ഗിവൺ ആണ്, ക്വസ്റ്റ്യൻ ഉള്ള കാര്യമാണ്. ഈക്വലി സ്പേസ്ഡ്, തുല്യ അകലത്തിലാണ് ഇവ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അകലങ്ങൾ തുല്യമാണ് എന്നാണ് അർത്ഥം. ദെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 9 പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു വര വരച്ച് അതിനെന്ത് ചെയ്യുന്നു? പാരലൽ ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ പ്രൊപ്പോർഷനായിട്ട് കട്ട് ചെയ്യും എന്ന് പഠിച്ചിട്ടില്ലേ? ആ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, പി ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ആർ. പി ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ആർ ഈസ് ഈക്വൽ ടു പി ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ആർ ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? പി ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ആർ ഈസ് ഈക്വൽ ടു പി എം ഡിവൈഡഡ് ബൈ ക്യൂ എൻ. ഇങ്ങനെ കിട്ടും. അതിന്റെ കാരണം കുറച്ചൊന്ന് പറഞ്ഞുതരാം. ഇത് 90 ആണ്, ഇത് 90 ആണ്. ഈ വരകളെല്ലാം പാരലൽ ലൈൻസ്. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്ന ഈ ഒരു ആംഗിളിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഈ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ആനുപാതികമായിരിക്കും. അപ്പം ഈ 90ക്ക് ഓപ്പോസിറ്റ് സൈഡ് ഇത്, ഈ 90യുടെ ഓപ്പോസിറ്റ് സൈഡ് ഇത്. അപ്പം പി ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ആർ ഈസ് ഈക്വൽ ടു ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് പി എം, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ക്യൂ എൻ. പി എം ഡിവൈഡഡ് ബൈ ക്യൂ എൻ. ക്ലിയർ ആയോ? അതായത് ആംഗിൾസ് ഈക്വൽ ആയിട്ട് കിട്ടുന്ന ഇത് 90, ഇത് 90 വരും. ദെൻ ഈ ലൈൻസ് പാരലാണ്, വരകൾ സമാന്തരമാണ്. അപ്പോൾ കിട്ടുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് മറുകോണായിരിക്കും ഈ രണ്ട് കോണുകൾ. ഓക്കെ. ഈ പടം തിരിച്ചു പിടിച്ച് നോക്കിയാൽ അതിന്റെ കറക്റ്റ് 9 പഠിച്ച അതേ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓടി വരും. ദെൻ പി എമ്മും ക്യൂ എന്നും ഈക്വൽ ആണ്. അപ്പോൾ തുല്യമായ രണ്ടെണ്ണം വെട്ടിപ്പോയി കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ പി ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ആർ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. പി ക്യൂ ഈസ് ഈക്വൽ ടു എന്തായി? ക്യൂ ആർ ആയി. പി ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ആർ. പി ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ആർ ആയതുകൊണ്ടാ ഇത് രണ്ട് ഈക്വൽ ആണ്. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ അംശവും ഛേദവും തുല്യമാണെങ്കിൽ അപ്പോൾ വെട്ടും ആൻസർ എന്ന് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ പി ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ ആർ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. അതിനർത്ഥം പി ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ ആർ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ രണ്ട് ട്രയാങ്കിൾസ്, therefore triangle PMQ is equal to triangle QNR. ട്രയാങ്കിൾ PMQ ഉം ട്രയാങ്കിൾ QNR ഉം എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ തുല്യമാണ്. അല്ല, അളവുകളെല്ലാം തുല്യമാണ്. അപ്പൊ ഈ അളവ് ഇതിന് തുല്യമായി, ഈ ആംഗിൾ ഈ ആംഗിളിന് തുല്യമായി, ദെൻ ഈ അളവ് ഇതിന് തുല്യമായി. ശരിയല്ലേ? ഇതും തുല്യമായി, തേർഡ് ആംഗിളും തുല്യമായി. അപ്പൊ ഇനി തുല്യമായതുകൊണ്ട് എന്ത് സംഭവിക്കും? therefore ഈ ഇക്വാളിറ്റി അല്ലെങ്കിൽ കോൺഗ്രുവൻസിയിൽ നിന്ന്, ഈ സർവസമതയിൽ നിന്ന്, തുല്യതയിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? MQ ഈസ് ഈക്വൽ ടു NR എന്ന് പറയാം. MQ ഈസ് ഈക്വൽ ടു എന്താകും? NR ആകും. MQ ഈസ് ഈക്വൽ ടു NR ആകും. കൂട്ടുകാർ നോട്ട് എഴുതുമ്പോൾ ഞാൻ പറയുന്ന പോയിന്റ് കൂടെ ഒന്ന് എഴുതി വെച്ചോളൂ. ഞാൻ പോയിന്റ് ഫുള്ള് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതാത്തതാണ്. നിങ്ങളത് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ ക്ലാസ് ടീച്ചറിനോട് കൃത്യമായി ചോദിക്കുക. അപ്പോൾ MQ ഈസ് ഈക്വൽ ടു എന്ത് വരും? NR എന്ന് കിട്ടും. ഓക്കെ. MQ ഈസ് ഈക്വൽ ടു NR ഈസ് ഈക്വൽ ടു MQന് നമ്മളൊരു വാല്യൂ എടുത്തായിരുന്നു. MQ എന്തായിരുന്നു? D ആയിരുന്നു. MQ D ആയിരുന്നു. അപ്പോൾ NR എന്തായിട്ട് മാറി? D ആയിട്ട് മാറി. ക്ലിയർ ആയ?
അപ്പോൾ സി എൻ ഈസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ബി ക്യൂ എന്ന് കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഡി എന്ന് കിട്ടി. ദെൻ ഇവിടെ നമുക്ക് എൻ ആറിന്റെ വാല്യൂ കിട്ടി. എൻ ആർ ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? ഡി തന്നെയാണ്. എൻ ആർ ഈസ് ഈക്വൽ ടു എന്താണ്? ഡി ആണ്. അങ്ങനെയാണെങ്കിൽ സി ആർ എന്ന് പറയുന്ന പിന്നെ വലിയ വരയുടെ നീളം എന്ത് കിട്ടോടെ? ബി ക്യൂ പ്ലസ് എൻ ആർ ആണോ? അല്ല, സി എൻ പ്ലസ് എൻ ആർ ആണ്. സി എൻ പ്ലസ് എൻ ആർ ആണ് സി ആറിന്റെ അളവ്. സി എൻ ആർക്ക് തുല്യമാണ്? എക്സ് പ്ലസ് ഡിക്ക് തുല്യമാണ്. എൻ ആറോ? ഡിക്ക് തുല്യമാണ്. അപ്പോൾ എക്സ് പ്ലസ് എന്തായി? 2D ആയി. എക്സ് പ്ലസ് 2D ആയി. അപ്പോൾ അളവ് നോക്കിയേ, എ പി എക്സ് ബി ടു എക്സ് പ്ലസ് ഡി. സി ആർ ആകുമ്പോൾ ഇത്രയും ഭാഗം എക്സ് പ്ലസ് ഡി ഉണ്ട്, പ്ലസ് ആരും കൂടെ വന്നു, ഒരു ഡിയും കൂടെ വന്നു, എക്സ് പ്ലസ് 2D. അപ്പോൾ സീക്വൻസ് എങ്ങനെ കിട്ടി? എക്സ് എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് 2D. ഇങ്ങനെയല്ലേ സീക്വൻസ് കിട്ടിയത്? എത്ര വീതം കൂടി കൂടി പോയി? ഡി. ഈ ഡിസ്റ്റൻസ് ആണ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഡി വീതം കൂടി കൂടി പോയി. അപ്പോൾ ഇത് സമാന്തര ശ്രേണിയിലാണോ? ആണ്. ഇവിടുത്തെ പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അധികം വരുന്ന ഈ ഒരു വരയുടെ അളവാണ് എം ക്യു എൻ ആർ, തിരിച്ച് ഒ എസ്, ഇങ്ങനെയുള്ള ഈ അളവാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം. അത് നമുക്ക് എത്രയും സൂചിപ്പിക്കാം? ഡി കൊണ്ട് സൂചിപ്പിച്ചു. അപ്പോൾ ഈ ലംബവരകൾ സമാന്തര ശ്രേണിയിലാണ്. ഈ ഒരു പാർട്ടാണ് ഇതിനകത്തുള്ള കോമൺ ഡിഫറൻസ്. നമ്മൾ ഡി എന്ന് സൂചിപ്പിച്ച അളവാണ് ഇതിനകത്തുള്ള കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം. The algebraic expression of a sequence is given. Is it an arithmetic sequence? xn is equal to n cube minus 6n square plus 13n minus 7. Okay. ഇതൊരു arithmetic sequence ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. Check whether this one is an arithmetic sequence or not. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയത് ഒരു ആൽജിബ്രൈക് എക്സ്പ്രഷൻ ആണ്, ബീജഗണിതം പൊതുരൂപമാണ് നമുക്ക് കിട്ടിയത്. ഇത് സമാന്തര ശ്രേണി ആണോ അല്ലയോ എന്ന് നോക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്നിന് 1 മുതൽ തുടർച്ചയായ വിലകൾ കൊടുക്കുക. അപ്പോൾ എന്നിന് 1 വരെ കൊടുത്താൽ നമ്മൾ നേരത്തെ പഠിച്ചു ആദ്യ പദം കിട്ടും. n 1 ആണെങ്കിൽ എന്ത് കിട്ടും? ആദ്യ പദം കിട്ടും. അപ്പോൾ 1 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 1 മൈനസ് 7 ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 പ്ലസ് 13 മൈനസ് 7. നെഗറ്റീവ് നമ്പേഴ്സ് രണ്ടെണ്ണമുണ്ട്, മൈനസ് 6 മൈനസ് 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 13 ഉണ്ട്. അപ്പോൾ 1 മൈനസ് 13 പ്ലസ് 13, മൈനസ് 13 പ്ലസ് 13 വെട്ടിപ്പോയി. ആൻസർ എന്തുണ്ട്? 1 എന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം 1 എന്ന് കിട്ടി. ദെൻ സെക്കൻഡ് ടൈം എങ്ങനെയാണ് കിട്ടുക? x ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ സെക്കൻഡ് ടൈം കിട്ടും. അപ്പോൾ സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു 2 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 2 മൈനസ് 7 is equal to എന്താ? 2 ക്യൂബ് 2 into 2 into 2. ആൻസർ 2 into 2 4 into 2 8 മൈനസ് 6 into 4 സ്ക്വയർ 4 സ്ക്വയർ 2 ആണ്, സോറി 4 സ്ക്വയർ ആണ്, 6 into 2 സ്ക്വയർ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 6 into 4 24 പ്ലസ് 13 into 2 13 കൂടെ 2 എത്ര? 26 മൈനസ് 7 എന്ന് കിട്ടും. ഇവിടെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. നെഗറ്റീവ് നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 31 മൈനസ് 31. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, 26 8 34. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത്? 3 എന്ന് കിട്ടും. മൂന്നാം പദം കിട്ടും. ഈസ് ഈക്വൽ ടു എന്ത് വരും? 3 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 3 മൈനസ് 7. എന്താ 3 ക്യൂബ്? 3 ഇൻറ്റു 3 ഇൻറ്റു 3 9 ഇൻറ്റു 3 27 മൈനസ് 3 ക്യൂബ് 3 സ്ക്വയർ 8 9 ഇൻറ്റു 6 3 സ്ക്വയർ 3 ഇൻറ്റു 3 ആൻസർ 9 കിട്ടും. 9 ഇൻറ്റു 6 54. 13 ഇൻറ്റു 3 39 മൈനസ് 7 ഈസ് ഈക്വൽ ടു, ഇവിടെ രണ്ട് നെഗറ്റീവ് രണ്ട് പോസിറ്റീവ് ആണ്. നെഗറ്റീവ്സ് ഏതൊക്കെയാ? മൈനസ് 54 മൈനസ് 7 മൈനസ് 61 എന്ന് കിട്ടും. പോസിറ്റീവ്സ് 27 പ്ലസ് 39 66 മൈനസ് 61 ആൻസർ എന്ത് വരും? 5 വരും. അപ്പൊ ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യല്ലേ? ഇവിടെ നോക്കിയോ 1 3 5 കണ്ടാൽ തോന്നും അടുത്തവന്റെ സീക്വൻസ് ആണെന്ന് തോന്നും. ഫോർത്ത് ടൈം കണ്ടുപിടിച്ച് നോക്കാം. ഫോർത്ത് ടൈം x4 എന്ന് പറയുമ്പോൾ 4 ക്യൂബ് മൈനസ് 6 ഇൻറ്റു 4 സ്ക്വയർ പ്ലസ് 13 ഇൻറ്റു 4 മൈനസ് 7 വരും. ഈസ് ഈക്വൽ ടു 4 ക്യൂബ് 4 ഇൻറ്റു 4 16 ഇൻറ്റു 4 64 മൈനസ് 4 സ്ക്വയർ 16 16 ഇൻറ്റു 6
16 into 6 96 plus 13 into 4 ആൻസർ എന്താ 52 മൈനസ് 7. പോസിറ്റീവ് ഡിജിറ്റ് ഏതൊക്കെയാ 64ഉം 52ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 116 മൈനസ് നെഗറ്റീവ് ടൈംസ് 96ഉം 7ഉം ആൻസർ ചെയ്താൽ 3 103. സബ്ട്രാക്ട് ചെയ്താൽ ആൻസർ എന്ത് വരും 13 എന്ന് കിട്ടും. അപ്പോൾ സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരുന്നു? ഇവിടെ സീക്വൻസ് 1 then 3 5 then 13 ഇങ്ങനെയാ പോകുന്നത്. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊക്കെ ഒരു ആൾജിബ്ര ഉണ്ട്, അതായത് എക്സ്പോണന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി എക്സ്പോണന്റ് 2 3 ഒക്കെ വരുന്ന ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ തന്നിട്ട് അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാനാണ് ചോദ്യമെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, 3 ടേംസ് മാത്രം കണ്ട് നിർത്തരുത്. കാരണം 3 ടേംസ് കാണുന്നത് നമുക്ക് സമാന്തര ശ്രേണിയായിട്ട് തോന്നും. 4ാമത്തെ ടേം ആകുമ്പോൾ നമുക്ക് എക്സാക്ട് വാല്യൂ കിട്ടും. അതുകൊണ്ട് 4ാമത്തെയും 5ാമത്തെയും ടേം കൂടെ കണ്ടേ നിർത്താവും. എപ്പോൾ കിട്ടുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് എങ്കിൽ, ആൾജിബ്ര ആയിട്ട് തരുന്നത് സെക്കൻഡ് ഡിഗ്രി തേർഡ് ഡിഗ്രി 2ാം കൃതി 3ാം കൃതി ബഹുപദമാണ് എങ്കിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് 4ാമതും 5ാമതും കൂടെ കണ്ടതിന് ശേഷമേ സമാന്തര ശ്രേണി ആണോ അല്ലയോ എന്ന് പറയാവൂ. അല്ല ജനറലി എന്ത് ചെയ്യില്ല, സാധാരണ നമ്മൾ 3 പദം കണ്ടിട്ട് പറയും. പക്ഷേ ഈ ഒരു ക്രൈറ്റീരിയ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറയരുത്. അപ്പോൾ ഇതാണ് ആ പാർട്ടിലുള്ള എല്ലാ ക്വസ്റ്റിൻ്റെയും ആൻസർ. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലെ അധ്യാപകർ, ക്ലാസ് സ്റ്റാഫിലുള്ള അധ്യാപകരുണ്ട്, അവരോട് ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് ഇത്ര മതി. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാകും എന്ന് കരുതുന്നു. താങ്ക്സ് ടു ഓൾ.